നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. സാധാരണ ഉള്ള റെസിപ്പി പോലെയല്ല ഇത്. ഒരു ചാറുകറി, അതുപോലെ ഒരു ഉപ്പേരിക്കറി, ഒരു വറവ്, അത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണിന് എന്തെങ്കിലും ഒരു ചാറുകറിയും അതിൻ്റെ കൂടെ ഒരു ഉപ്പേരിക്കറിയും എന്തെങ്കിലും ഒന്ന് വറുത്തതുമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചുരക്കയും ഉണക്കച്ചെമ്മീൻ കറിയും ചീര തോരനും അയല വറുത്തതുമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചീര തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 3 ഉണക്കമുളക് ആണ് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എപ്പോഴും ചീര തയ്യാറാക്കുമ്പോൾ ആദ്യം ചീരയുടെ തണ്ട് വേണം വേവിച്ചെടുക്കാൻ, അതിനുശേഷം വേണം ചീരയുടെ ഇലകൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഉള്ളിയും മുളകൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കണം. ഇനി മൂടി തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ചേർക്കാം. ഇല ചേർത്ത് കൊടുക്കാം അരിഞ്ഞത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ നാളികേരം ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. ചിലർ ആദ്യം ചേർക്കും, ഞാൻ അവസാനമാണ് ചേർക്കുക കേട്ടോ. ചീരയുടെ ഇലയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് നാളികേരം ചേർത്ത് കൊടുക്കാം. ചെറിയ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ മൂടി വയ്ക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെമ്മീൻ ചുരക്ക കറി വയ്ക്കാം കേട്ടോ. ചുരക്കയും ഉണക്കച്ചെമ്മീനും കറി വയ്ക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് മൂത്ത് വരുന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ ഉണക്കച്ചെമ്മീനാണ്, അത് ഞാൻ കഴുകി വൃത്തിയാക്കിയതാണ്, ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് നന്നായി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഈ ചുരക്കയും ചെമ്മീനും കറി വയ്ക്കുമ്പോൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ അരപ്പ് തയ്യാറാക്കുന്നതിൽ കൂടെ ചേർത്ത് അരച്ചാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചുരക്ക, തക്കാളി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ചുരക്കയും തക്കാളിയും ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരവും കുറച്ച് പെരിഞ്ജീരകവും, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ചെറിയ ഉള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. ഇത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ചെമ്മീനും കൂടി ചേർത്തിട്ടുണ്ട്, ഉണക്കച്ചെമ്മീനും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അരയ്ക്കുമ്പോൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയം ഇളക്കരുത് കേട്ടോ. ഒരുപാട് സമയം ഇളക്കരുതെന്നല്ല, ഒരുപാട് സമയം തിളപ്പിക്കരുത്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ചട്ടി ഓൾറെഡി ചൂടുള്ളതാണ്, അതുകൊണ്ട് ഇത് അതിലിരുന്ന് തന്നെ വേവും. ഇങ്ങനെ ചെറുതായി തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലിട്ടിട്ട് ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് മൂപ്പിച്ചിടാനാണ്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീനും ചുരക്കയും കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് മീൻ വറക്കാം കേട്ടോ.
വറുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക ആദ്യം. ഇനി അതിലേക്ക് വറുക്കാൻ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. അയിലയാണെന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് 2 സൈഡും മറച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചോറ് ഇവിടെ റെഡിയാണ്. ചോറ്, അയില വറുത്തത്, ചീര തോരൻ, ഇത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചുരക്കയും ചെമ്മീനും കറിയും കൂടി ചേർക്കാം. അപ്പോൾ ഇന്നത്തെ ഊണ് റെഡിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.